പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ മക്കള് നന്നാകണം എന്നുള്ളത്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും നല്ലതുപോലെ കേൾക്കണോ. നമ്മുടെ മക്കളെ കാര്യത്തിലല്ലേ നമ്മൾ ബേജാറ്. എപ്പോഴും നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ബേജാറാണ്. ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കി തരണം അല്ലാ. നല്ല ഈമാനുള്ള മക്കളാക്കണം അല്ലാ. മാതാപിതാക്കളെ അനുസരിക്കുന്ന കൺകുളിർമയുള്ള നല്ല മക്കളാക്കണേ അല്ലാ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു മകൻ, ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. രാത്രിയിൽ ഭയങ്കര നിസ്കാരം. എന്താ കാരണം എന്നറിയോ? പ്രിയപ്പെട്ട വാപ്പയാകുന്ന ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ഉപദേശമാണ് അതിന്റെ കാരണം. നിസ്കാരത്തിൽ പിന്നോട്ടായിരുന്നു, പക്ഷെ ലുഖ്മാൻ തങ്ങളുടെ ഒരു ഉപദേശം ആ പ്രിയപ്പെട്ട മോന്റെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാക്കി. നമ്മൾ മക്കളെ ഉപദേശിക്കുന്ന സമയത്ത് ഉപദേശിക്കണം. എപ്പോഴും ഉപദേശമായാൽ പറ്റില്ല. എപ്പോഴും ഉപദേശം അത് പറ്റില്ല. പിന്നെ മക്കളെ പേര് വിളിക്കുമ്പോഴത്തേനും മക്കളെ മനസ്സിലുണ്ടോ, ആ അത് വാപ്പച്ചി വിളിക്കുന്നുണ്ട് ഉപദേശിക്കാനായിക്കും, ഉമ്മച്ചി വിളിക്കുന്നുണ്ട് ഉപദേശിക്കാനായിക്കും, അങ്ങനെ ചിന്ത ഉണ്ടാവാം. നമ്മളെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ എന്നാണ് പേരെങ്കിൽ ഫാത്തിമ മോളെ എന്ന് വിളിച്ച് നമ്മൾ ഉപദേശിക്കാൻ എപ്പോഴും ഉപദേശം. പിന്നെ മോളെ ഫാത്തിമ എന്ന് വിളിക്കുമ്പോഴത്തേനും ആ മോളെ മനസ്സിലുണ്ടാവും, എന്റെ ഉമ്മച്ചി വിളിക്കുന്നുണ്ട് എന്തോ ഉപദേശിക്കാനായി. അങ്ങനെ എപ്പോഴും ഉപദേശിക്കരുത്, പക്ഷെ ഇടക്കിടക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. എപ്പോഴും ഉപദേശം പറ്റൂല, ഇടക്കിടെ നല്ല ഉപദേശം കൊടുക്കണം. ഉപദേശിക്കാതിരിക്കരുത്, ഇടക്കിടക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. അതന്നെ നല്ല സ്നേഹത്തിന്റെ ഭാഷയിൽ ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ഉപദേശങ്ങൾ നിങ്ങൾ നോക്കി. ആ ഒരൊറ്റ ഉപദേശം കൊണ്ടാണ് പിന്നെ ആ മോന് കൃത്യമായ നിസ്കാരം. എന്താ ഉപദേശം എന്നറിയോ? യാ ബുനയ്യാ, ഓ പൊന്നുമോനെ. നല്ല രൂപത്തിലാണ് വിളിക്കുന്നത് മക്കളെ. യാ ബുനയ്യാ, യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ ഓ കുഞ്ഞുമോനെ, ഓ പൊന്നുമോനെ എന്നാണ് അർത്ഥം. ബഹുമാനപ്പെട്ട ലുഖ്മാൻ തങ്ങൾ മോനോട് പറയുകയാണ്, യാ ബുനയ്യ, ഓ പൊന്നുമോനെ, ലാ തകുൻ അഅജസ മിൻ ഹാദദ്ദീഖ്. മോനെ, നീ കോഴിയേക്കാൾ അധപ്പതിക്കരുത്. ഒരു കോഴിയെ കാണിച്ചിട്ട് ലുഖ്മാൻ തങ്ങൾ പറയാണ്, മോനെ നീ ഈ കോഴിയേക്കാൾ അധപ്പതിച്ചു പോവരുത്, ഈ കോഴിയേക്കാൾ നീ അധപ്പതിച്ചു പോവരുത്. കാരണം എന്താണ്? മോനെ, ഈ കോഴി യുസവ്വിതു മിനൽ അസ്ഹാർ, അത്താഴ സമയത്ത് ഈ കോഴി ഒച്ച വെക്കുന്നു. അത്താഴ സമയത്ത് കോഴി കൂവുകയാണ്, ഒച്ച വെക്കുകയാണ്. ആ കോഴി അത്താഴ സമയത്ത് ഒച്ച വെക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നറിയോ മോനെ? ആ കോഴി അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുകയാണ്. അത്താഴ സമയത്ത് കോഴി കൂവുമ്പോ നമ്മൾ മനസ്സിലാക്കണം, കോഴി അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലാണ്. ലുഖ്മാൻ തങ്ങൾ പറയാണ്, കോഴി അത്താഴ സമയത്ത് ഒച്ച വെക്കണത്, കൂവുന്നത് മോനെ അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലാണ്. ആ തഹജ്ജുദിന്റെ സമയം, ആ സമയത്ത് കോഴി അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കോഴി പോലും റബ്ബിന് വേണ്ടി ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വഅൻത നായിമുൻ അലാ ഫിറാശിക, ഈ സമയത്ത് തഹജ്ജുദിന്റെ സമയം കോഴി പോലും കൂവിക്കൊണ്ട് അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്ന സമയത്ത് വഅൻത നായിമുൻ അലാ ഫിറാശിക, എന്റെ പൊന്നുമോനെ, നീ നിന്റെ വിരിപ്പിൽ നല്ല സുഖമായി കിടന്നുറങ്ങുകയാണല്ലോ. കോഴി പോലും എഴുന്നേറ്റ് ദിക്ർ ചൊല്ലുന്ന സമയം
എന്റെ പ്രിയപ്പെട്ട പൊന്നാര മോനെ നീ കിടന്നുറങ്ങാണല്ലോ. ഈ ഒരൊറ്റ ഉപദേശം കേട്ടപ്പോ ആ പ്രിയപ്പെട്ട മകന്റെ മനസ്സിൽ ഒരു മാറ്റമുണ്ടായി. ശരിയാണല്ലോ അപ്പച്ചി പറഞ്ഞത്. സ്നേഹത്തോടെ ഉപദേശിച്ചപ്പോ മാറ്റമുണ്ടായി. ശരിയാണല്ലോ എന്റെ ഉപ്പച്ചി പറഞ്ഞത്. ആ ഒരു മാറ്റം കാരണം പിന്നീട് രാത്രിയിൽ നിസ്കാരമാണ്, തഹജ്ജുദ് മുടക്കുന്നില്ല, കൃത്യമായി നിസ്കരിക്കുന്നു. മഹാനായ ലുക്മാനുൽ ഹക്കീം തങ്ങളുടെ ഒരൊറ്റ ഉപദേശമാണ് അതിന്റെ കാരണം. അല്ലാഹ് ഞങ്ങളെ മക്കളെ നന്നാക്കി തരണം. അല്ലാഹ് സ്നേഹത്തോടെ മക്കളെ ഉപദേശിക്കണം. മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കരുത്. അങ്ങനെയുണ്ട്, നീ എന്റെ മോനല്ല എന്ന് വരെ പറയും. അങ്ങനൊന്നും പറയാൻ പാടില്ല, അങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മളങ്ങനെ പറഞ്ഞാൽ നമ്മളെ മക്കളെല്ലാണ്ടുക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പിടിച്ച് പുറത്താക്കിയാൽ കുട്ടികൾക്ക് ഒന്നും കൂടി സ്വാതന്ത്ര്യം കിട്ടാറില്ല. പിന്നെ വാപ്പന്റെ ഉമ്മന്റെ നിയന്ത്രണമൊന്നുമില്ലല്ലോ, കുട്ടികൾ തോന്നിയതുപോലെ നടക്കും. അതുകൊണ്ട് സ്നേഹത്തോടെ അവരെ ഉപദേശിക്കുക. സ്വാതന്ത്ര്യം കൊടുക്കേണ്ടവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം, നല്ലതുപോലെ ഉപദേശിക്കണം. കുട്ടികൾക്ക് നമ്മൾ തന്നെ ഒരു മാതൃകയാവണം. സ്നേഹം കൊടുക്കേണ്ടടുത്ത് നല്ലോണം സ്നേഹം കൊടുക്കണം, താക്കീത് ചെയ്യേണ്ടടുത്ത് താക്കീത് ചെയ്യണം, പക്ഷെ നല്ലതുപോലെ സ്നേഹിക്കുകയും വേണം. അങ്ങനെ നമ്മളെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ നല്ല മക്കളായി വരും. പിന്നെ റബ്ബിനെ വിട്ടുകൊടുക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക നിരന്തരമായിട്ട്. റബ്ബേ ഞങ്ങളെ മക്കളെ നന്നാക്കി തരണം. അല്ലാഹ് ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما എന്ന ദുആ പതിവാക്കിക്കോളൂ. മക്കൾ നന്നാവും. ഏതാണ് ദുആ? നമുക്കൊക്കെ അറിയുന്ന ദുആയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഈ ദുആ പതിവാക്കിയാൽ നമ്മുടെ മക്കൾ കൺകുളിർമയുള്ള മക്കളാകും, നമ്മുടെ കുടുംബം നല്ല കുടുംബമാകും. അങ്ങനെ നല്ല കൺകുളിർമയുള്ള മക്കളായാൽ ഏത് രൂപത്തിലാവണം നമ്മുടെ മക്കള്? ഹബീബായ മുത്ത് നബി തങ്ങൾ പറയാണ്, വലദുൻ സാലിഹാൻ യദഉ ലഹു. വാപ്പക്ക് വേണ്ടി ദുആരക്കുന്ന മക്കൾ, ഉമ്മച്ചിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, അങ്ങനത്തെ മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ വളർത്തണേ അല്ലാഹ്. അങ്ങനെ ദുആരക്കുന്ന മക്കൾ, അല്ലാഹ് അങ്ങനെ ദുആരക്കുന്ന മക്കളായാൽ നമ്മൾ മരിച്ചെന്ന് കേട്ടാൽ അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും, ദുആ ചെയ്യിപ്പിക്കും, ഫാത്തിഹ ഓതും, ഖത്ം ഓതും, ഓദിപ്പിക്കും. മാഷാ അല്ലാഹ്, എന്തൊരു സന്തോഷാണ്. മരിച്ചു എന്ന് കേട്ടാൽ, നമ്മൾ മരിച്ചാൽ മറക്കാതെ അവർ നമ്മുടെ ഖബറും പുറത്തു വരും. അതിന് വാപ്പാരെന്ത് വേണം? നമ്മളെ വാപ്പാര് മരിച്ച ഖബറും പുറത്തൊക്കെ നമ്മളെ മക്കളെ കൊണ്ടുപോകണം, അതൊക്കെ ശീലിപ്പിക്കണം. അങ്ങനെ വാപ്പമാര് തന്നെ നമ്മുടെ മക്കൾക്കൊരു മാതൃകയായാൽ നമ്മുടെ മക്കൾ ആ രൂപത്തിൽ വളർന്നു വരും. അവര് പിന്നെ വാപ്പച്ചിന്റെ ഖബറ് മറക്കൂല. വന്ന് ഇടക്കിടെ ഫാത്തിഹയും യാസീനൊക്കെ ഓതി ഖബറും പുറത്തവര് ദുആ ചെയ്യും. വാപ്പച്ചിക്ക് ഒരു ഫാത്തിഹ, മരിച്ചുപോയ ഉമ്മച്ചിക്കൊരു ഫാത്തിഹ ഓതാത്ത ദിവസം ഉണ്ടാവില്ല. എപ്പോഴും ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കും. സ്വതക്കകൾ കൊടുക്കുമ്പോ, സംഭാവനകൾ കൊടുക്കുമ്പോ എപ്പോഴും മരിച്ചുപോയ വാപ്പനെ ഉമ്മനെ ഓർക്കും. നമ്മളെപ്പോലെ അൽഹംദുലില്ലാഹ് നമ്മളെ ഹിഫ്ദുൽ ഖുർആൻ സ്ഥാപനത്തിന്റെ സ്ഥലം വാങ്ങുന്ന പദ്ധതിയിലേക്ക് ഒരുപാട് ഉമ്മമാരും വാപ്പമാരും നൽകിയ സംഭാവനകൾ മരിച്ചുപോയവരുടെ പേരിലാണ്. അവർക്ക് വേണ്ടി ദ്വാരക്കാനാണ്. എന്തുകൊണ്ടാ? നല്ല മക്കളായതുകൊണ്ടാണ്. നല്ല മക്കളായതുകൊണ്ടാണ്. നല്ല മക്കളാകുമ്പോൾ മരിച്ചുപോയ ഉമ്മക്കും ബാപ്പക്കും ദ്വാരക്കും, അവർക്ക് വേണ്ടി സ്വതക്ക കൊടുക്കും. അവരെ പരലോക ഗുണത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമതൊക്കെ ചെയ്യും. ആ രൂപത്തിൽ വളർന്നു വരണം. എന്നാലല്ലേ നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടി എന്ന് പറയാൻ പറ്റും. ആഖിറത്തിലാണ് നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് വലിയ ഉപകാരം ഉണ്ടാവേണ്ടത്. നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ നമ്മളെ മറക്കാത്ത മക്കൾ, അങ്ങനത്തെ മക്കൾ അല്ലാഹു നമുക്ക് തരട്ടെ. മക്കളൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. മക്കൾ എങ്ങോട്ട് പോകുമ്പോഴും ബാപ്പനോടും ഉമ്മനോടും സമ്മതം ചോദിച്ചു പോകുന്നൊരു ശീലം അത് ഉണ്ടാക്കിയെടുക്കണം. യാത്ര പോകുമ്പോൾ ഉമ്മന്റെയും വാപ്പന്റെയും ഒരു സമ്മതം ഉണ്ടെങ്കിൽ എന്തൊരു സമാധാനമാണ്. ഒരു അപകടത്തിലും നമ്മൾ പെടൂല. അതൊരു ധൈര്യമാണ്.
അത് നമുക്കൊരു ധൈര്യമാണ്. വാപ്പന്റെ ഉമ്മന്റെ സമ്മതത്തോടുകൂടെ പോകുന്നത് ധൈര്യമാണ്. സുന്നത്തായ യാത്ര പോവുകയാണെങ്കിൽ പോലും ഉമ്മയുടെയും ബാപ്പയുടെയും സമ്മതം ചോദിച്ചു പോകണം. അതൊരു ബറക്കത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ, മുത്തുനബി ഒരിക്കൽ ദുആ ചെയ്യാൻ. എന്താ ദുആ എന്നറിയോ? അല്ലാഹ്, ഒരു ഉമ്മക്കും വാപ്പക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഏതാണ് ആ ഉമ്മയും ബാപ്പയും? ആ ഉമ്മന്റെ ബാപ്പന്റെ സ്വഭാവം എന്താണ്? സ്വന്തം മക്കളെ നല്ലത് ചെയ്യാൻ സഹായിക്കുന്ന മാതാപിതാക്കൾ ആരാണോ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. സ്വന്തം മക്കളെ നല്ലത് ചെയ്യാൻ സഹായിക്കുന്ന മാതാപിതാക്കൾ ആരാണോ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തത് ആരാണ്? ഹബീബായ തങ്ങളാണ്. മുത്തുനബി ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ? ഇല്ല ഇല്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് നല്ലത്, മക്കൾക്ക് നല്ലത് ചെയ്യാൻ സഹായിക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് എപ്പോഴും ഉണ്ടാവും. ഇൽമ പഠിക്കാൻ പോകുന്ന മക്കൾ, ദറസിന് പോകുന്ന മക്കൾ, ഹിഫ്ള് പഠിക്കാൻ പോകുന്ന മക്കൾ, അവരെ സഹായിക്കുന്ന ഉമ്മയും ബാപ്പയും, മദ്രസയിൽ പോകുന്ന മക്കൾ, അതുപോലെ മറ്റു പഠനങ്ങളിൽ പഠിക്കാൻ പോകുന്ന മക്കൾ, അതല്ലെങ്കിൽ നല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന മക്കൾ, അവരെ സഹായിക്കുന്ന, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് എപ്പോഴും ഉണ്ടാവും. നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരം വേണ്ടത് ആഖിറത്തിലാണ്. മതവിദ്യാഭ്യാസം ഒഴിവാക്കി നമ്മുടെ മക്കൾ വലിയ ഡോക്ടർ ആവട്ടെ എന്ന് വിചാരിച്ച് ഭൗതികം മാത്രം പഠിപ്പിച്ച് ആ മക്കളെ കൊണ്ട് പക്ഷെ നമുക്ക് ആഖിറത്തിൽ ഗുണം കിട്ടിക്കൊള്ളണം എന്നില്ല. മതബോധം കൂടി കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉപകാരപ്പെടുന്ന മക്കളാവുക. മതം പഠിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. അപ്പോഴല്ലേ മരിച്ചു കിടക്കുമ്പോ ഖബറിൽ വലിയ ഉപകാരം. യഥാർത്ഥ ബുദ്ധിമാന്മാർ അങ്ങനെയാണ്, മക്കളെ ഇൽമു പഠിപ്പിക്കും. അല്ലാഹുവേ, ഞങ്ങളെ മക്കൾക്ക് നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്, നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്.